ഹലോ ഓൾ, വെൽക്കം ടു ഗ്രീൻ വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്. എന്താണ് നീബോഷ് IGC ക്ലോസിംഗ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് പേടിയുള്ള ഒരു കാര്യമാണ്. എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഈ ഇൻ്റർവ്യൂ എന്താണ്, ഇത് ഞാൻ പാസ്സാവുമോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ ഇതിനകത്ത് വരാറുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അവിടെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, ആ ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നമ്മുടെ പുതിയ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. എന്നാലും ഇതൊക്കെ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഐ എം ശങ്കർ ശ്രീകുമാർ ഫ്രം ഗ്രീൻ വേൾഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോവാം. ഈസ് നീബോഷ് IGC ക്ലോസിംഗ് ഇൻ്റർവ്യൂ. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ വാട്ട് ഈസ് ദിസ് ക്ലോസിംഗ് ഇൻ്റർവ്യൂ? എന്താണ് ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂ? ഇതെന്ന് പറയുന്നത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പേപ്പർ, നിങ്ങളുടെ നീബോഷ് IGC OBE പേപ്പർ നിങ്ങൾ തന്നെയാണോ എഴുതിയത് എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ നീളുന്ന ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ 15 മുതൽ 20 മിനിറ്റ് നീളുന്ന ഇൻ്റർവ്യൂ സമയത്ത് നമ്മൾ 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നതും നീബോഷ് തന്നെയാണ്. ഇത് നമ്മളാരും കോഴ്സ് പ്രൊവൈഡേഴ്സ് ഉണ്ടാക്കുന്നതല്ല. ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് നീബോഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോസസ്സാണ് ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂ. എല്ലാ കോഴ്സ് പ്രൊവൈഡേഴ്സും ഇനി എവിടെ ചെയ്താലും നിങ്ങൾക്ക് ഈ ക്ലോസിംഗ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തേ സാധിക്കുകയുള്ളൂ. ഒന്ന് മാത്രമല്ല, ഈ ഒരു പെർട്ടിക്കുലർ ക്ലോസിംഗ് ഇൻ്റർവ്യൂ റെക്കോർഡഡ് കൂടെയാണ്. ഈ റെക്കോർഡിംഗ് ചില സമയം നീബോഷ് കൃത്യമായിട്ട് നോക്കുക കൂടി ചെയ്യും. അവർക്കെന്തെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പേപ്പറുകളിൽ ഡൗട്ട് ഉണ്ട് എങ്കിൽ അവർ ഈ ഒരു പെർട്ടിക്കുലർ റെക്കോർഡിംഗ് നോക്കുവാനുള്ള ചാൻസസും കൂടുതൽ ഉണ്ട്. സോ വൺസ് അഗെയിൻ, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പേപ്പർ നിങ്ങൾ തന്നെയാണോ എഴുതിയത് എന്ന് കൺഫേം ചെയ്യുവാനുള്ള ഒരു ചെറിയ ഇന്റർവ്യൂ പ്രോസസ്സാണ് ഈ നീബോഷ് ക്ലോസിംഗ് ഇന്റർവ്യൂ. 15 മുതൽ 20 മിനിറ്റ് വരെ 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ നിങ്ങളടുത്ത് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഈ സ്ലൈഡിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ക്ലോസിംഗ് ഇന്റർവ്യൂ റിക്വയർമെന്റ്സ്. എന്തൊക്കെയാണ് ഒരു ക്ലോസിംഗ് ഇന്റർവ്യൂവിന് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പേപ്പർ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ നീബോഷിന്റെ പോർട്ടലിനകത്ത് പേപ്പർ സബ്മിറ്റ് ചെയ്തവർക്ക് മാത്രമേ ഈ ക്ലോസിംഗ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് റൂമിൽ വേണം ഈ ഇന്റർവ്യൂ നിങ്ങൾ ചെയ്യുവാനുള്ളത്. യാതൊരു കാരണവശാലും എല്ലാ 10 പേര് ഇരിക്കുന്ന ഒരു ഓഫീസ് റൂമിലോ കോൺഫറൻസ് റൂമിലോ, ചിലരെല്ലാം കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനകത്ത് 5-6 പേരൊക്കെ ഇരിക്കുന്ന റൂമിനകത്തൊക്കെ കൊണ്ടുവച്ച് ഇന്റർവ്യൂ എടുക്കും. അതൊന്നും നടക്കില്ല. ആ റൂമിനകത്ത് നിങ്ങൾ മാത്രമേ കാണുവാൻ പാടുള്ളൂ. പിന്നീട് ഏതെങ്കിലും ഒരു ഡിവൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ലാപ്ടോപ്പോ ടാബ്ലറ്റോ ഫോണോ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം വിത്ത് സ്റ്റേബിൾ ഇന്റർനെറ്റ് കണക്ഷൻ. ഇന്റർനെറ്റ് കണക്ഷൻ മസ്റ്റായിട്ട് വേണം. ക്യാമറ മസ്റ്റായിട്ട് വേണം. മൈക്ക് ഓട്ടോമാറ്റിക്കലി എക്യുപ്മെന്റ്സിലെല്ലാം തന്നെ കാണും. ക്യാമറ മസ്റ്റായിട്ടും ഇതിനകത്ത് വന്നിരിക്കണം. പിന്നെ ഈ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ അലോ ചെയ്യത്തില്ല. പിന്നെ ഒരു ഫോട്ടോ ID. നിങ്ങൾ കൂടുതലും ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്ത ഒറിജിനൽ ഫോട്ടോ ID, പാസ്പോർട്ട് ആവാം, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, നിങ്ങളുടെ നാഷണൽ ID ആവാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം ഫോട്ടോ കോപ്പി കൊണ്ടുവരരുത്, അലൗഡ് അല്ല. കാര്യം ഫോട്ടോ കോപ്പി അത് ക്ലിയർ ആയിരിക്കത്തില്ല, നമുക്ക് കണ്ടുപോലും മനസ്സിലാവത്തില്ല ഇത് ആരാണെന്നും. ഫോട്ടോ ID മസ്റ്റായിട്ട് കണ്ടിരിക്കണം. റൂമിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കണം. ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റോ ഒരു ഫോണോ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിനായിട്ട് യൂസ് ചെയ്യാം. നല്ല ഇന്റർനെറ്റ് കണക്ഷനും മസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ക്ലോസിംഗ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇന്റർവ്യൂ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഇന്റർവ്യൂവർ നിങ്ങളുടെ അടുത്ത് ഇതിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അദ്ദേഹത്തിനെ ആരാണോ ചെയ്യുന്നത് അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും നിങ്ങളുടെ ഇൻഫർമേഷൻസ് പിന്നീട് അവർ ചോദിക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ ID, ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ ID വെച്ച് ഇത് നിങ്ങൾ തന്നെയാണോ എന്നുള്ളത് വെരിഫൈ നമ്മൾ ചെയ്യും. ആ ഫോട്ടോ IDയിലെ ഡീറ്റെയിൽസ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന്റെ ഫോട്ടോ ID വെരിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തത് എന്ന് പറയുന്നത് റൂം ചെക്ക് ആണ്. റൂം ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ റൂമിനകത്ത് ചുറ്റുമുള്ള ആൾക്കാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റൂമിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൂം 360 ഡിഗ്രിയിൽ നിങ്ങൾ ചുറ്റി കാണിക്കേണ്ടി വരും. അപ്പോൾ ഡെസ്ക്ടോപ്പ് PC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ വെബ് ക്യാമറ മസ്റ്റ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. ഒരു മെറ്റീരിയൽസും ഈ ഇന്റർവ്യൂ സമയത്ത് അലൗഡ് അല്ല. അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആൻസർ ഷീറ്റ് പോലും നിങ്ങൾ നോക്കാൻ പാടില്ല. യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ മെറ്റീരിയൽസ് ഈ ഇന്റർവ്യൂവിന് അലൗഡ് അല്ല. അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ട് എങ്കിൽ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്യും. മാത്രവുമല്ല, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ മാറ്റർ നീബോഷിന് ഇൻഫോം കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മാൽ പ്രാക്ടീസിലേക്ക് പോകും. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അസിസ്റ്റൻസ്, ഈ ഹെഡ്ഫോൺസ് വെച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, പുറത്തുനിന്ന് ഒരാൾ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുക, കൂടെ വേറൊരാളെ ഓപ്പോസിറ്റ് നിർത്തി, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ മുമ്പ് വേറൊരാൾ നിൽക്കും, ഒളിച്ചൊക്കെ നിന്ന് കളയും, എന്നിട്ട് ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞു കൊടുക്കും. പ്രോക്സി അറ്റൻഡീസ് ചെയ്യും. അതായത് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുക. ഇതൊന്നും പരിപാടികളൊന്നും നടപ്പില്ല. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വേഹത്തരങ്ങളും കാണിക്കാൻ നിൽക്കരുത്. അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത്
റെക്കോർഡഡ് ആണ്. ഈ റെക്കോർഡഡ് വീഡിയോ അവർ കാണുവാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് എല്ലാ കോഴ്സ് പ്രൊവൈഡേഴ്സും. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തികളിലേക്ക് പോകാതെ ഇരിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ ദ ഇന്റർവ്യൂ ഈസ് ബീങ് കണ്ടക്ട്. അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് കോൺസിക്വൻസ് ഓഫ് മിസ്സിംഗ് ദ ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ ഒരുപാട് പേര് അങ്ങ് മിസ് ചെയ്യും. ഞാൻ എന്തിനു വെറുതെ അറ്റൻഡ് ചെയ്യണം, വേറെ ജോലിയില്ല, ഇതൊക്കെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല, റിസൾട്ട് പുറത്തു വരില്ല, അത്രയേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ടു ബി അനൗൺസ്ഡ് അല്ലെങ്കിൽ വിത്ത് ഹെൽഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. നമ്മൾ എല്ലാ കോഴ്സ് പ്രൊവൈഡേഴ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് 3 ചാൻസ് വരെ തരും. ഈ 3 ചാൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കോഴ്സ് പ്രൊവൈഡേഴ്സിനും അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇന്റർവ്യൂവിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നീബോഷിനെ ഇൻഫോം ചെയ്തേ പറ്റുള്ളൂ. ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഈ കംപ്ലീറ്റ് ലിസ്റ്റ് അയച്ചാൽ ബാക്കിയുള്ളവരുടെ റിസൾട്ട് എങ്കിലും പുറത്തു വരത്തുള്ളൂ. അതുകൊണ്ട് അതിനൊക്കെ ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ആ ഡെഡ് ലൈനിൽ കൃത്യമായിട്ടും നമ്മൾ ഈ ലിസ്റ്റ് നീബോഷിന് അയക്കും. ഇത്ര പേര് അറ്റൻഡ് ചെയ്തു, ഇത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടില്ല. നീബോഷൻ നിങ്ങളെ ഇൻഫോം ചെയ്യും, നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ ഈ കോഴ്സ് പ്രൊവൈഡറിന്റെ ബാക്കിൽ നിന്ന് നടക്കേണ്ടി വരും ഒരു സമയത്തിന്. നമുക്കെന്ന് വെച്ചാൽ ഒരുപാട് ഇന്റർവ്യൂസ് അതിന് ശേഷം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റിസൾട്ട് മാത്രം വരത്തില്ല, പിന്നെ നിങ്ങൾ ഇന്റർവ്യൂ തീരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും നിങ്ങളുടെ റിസൾട്ട് വരുവാനായിട്ട്. അതൊരു പർട്ടിക്കുലർ 3-5 മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല, നിങ്ങൾ തിരിച്ച് റീ എക്സാമിനേഷൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മേക്ക് ഷുവർ സമയം കണ്ടെത്തി, വെറും അരമണിക്കൂറത്തെ ജോബേ ഉള്ളൂ, ഈ അരമണിക്കൂർ നിങ്ങൾ മസ്റ്റായിട്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കണം. സോ അടുത്തത് എന്ന് പറയുന്നത് എൻഷുറിംഗ് കംപ്ലയൻസ് ആൻഡ് ഓതന്റിസിറ്റി. ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് സ്ലൈഡ്. എന്തിനാണ് ഈ ഇന്റർവ്യൂ നമ്മൾ നടത്തുന്നത് എന്നുള്ളത്. ഈ നീബോഷ് IGC ക്ലോസിംഗ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പേപ്പർ നിങ്ങളുടെ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ നീബോഷ് IGC ക്ലോസിംഗ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. പ്രോപ്പർ കണ്ടക്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ആർ സർട്ടൻ നീബോഷ് പ്രോട്ടോകോൾസ്, മാൽ പ്രാക്ടീസ് പ്രോട്ടോകോൾസ് എല്ലാം ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചാണ് ഈ ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇതിന് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഈ റെക്കോർഡിംഗ് അവർ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് കൊടുത്തേ മതിയാവൂ. അതുകൊണ്ട് യാതൊരു കാരണവശാലും പ്രോക്സി ആൾക്കാരെ കൊണ്ടുവന്നിരുത്തുക, തെറ്റായിട്ടുള്ള ID കാർഡ്സ് കൊണ്ടുവരിക, ബുക്ക് നോക്കി വായിക്കുക, ആൻസർ ഷീറ്റ് നോക്കി വായിക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുക. ഇതാണ് നീബോഷ് IGC ക്ലോസിംഗ് ഇൻ്റർവ്യൂ. ഒന്നുകൂടെ പറയാം, 15 മുതൽ 20 മിനിറ്റ് വരെ 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ എഴുതിയിരിക്കുന്ന പേപ്പറിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. പിന്നീട് ഈ നീബോഷ് ഈ പർട്ടിക്കുലർ ക്ലോസിംഗ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്കൊന്നുമില്ല. ഇത് വെച്ചിട്ട് നിങ്ങളെ തോപ്പിക്കുക, പാസ്സാക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടികളുമില്ല. ആകെ വെരിഫൈ ചെയ്യാനുള്ളത് ഇത് നിങ്ങളുടെ തന്നെ പേപ്പറാണോ എന്നുള്ള വെരിഫിക്കേഷൻ മാത്രമാണ് ഇതിലുള്ളത്. അല്ലാതെ ഒരു തരത്തിലുള്ള ചെക്കിംഗ് പ്രോസസ്സും ഇതിന് ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. ഇത് വെച്ചിട്ട് ആരും നിങ്ങളെ ഭയപ്പെടുത്താൻ സാധിക്കില്ല. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടു, 10 മാർക്ക് കിട്ടു, ഇങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങളാണോ എഴുതിയതല്ലേ, അത് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് നീബോഷ് IGC ക്ലോസിംഗ് ഇൻ്റർവ്യൂ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. വിൽ ബി ഹാപ്പി ടു അസിസ്റ്റ് യു ഓൺ ദാറ്റ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും കാണുവാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് ശങ്കർ ശ്രീകുമാർ ഫ്രം ഗ്രീൻ വേൾഡ് സൈനിങ് ഓഫ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. ടേക്ക് കെയർ. ബൈ.